ബംഗളൂരു ദേവനഹള്ളി സ്വദേശി നാഗരാജ് എന്ന 37-കാരൻ അന്തർ സംസ്ഥാന മോഷ്ടാവ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് മേപ്പാടിയിലെ സ്വകാര്യ റിസോർട്ടിൽ താമസിക്കുകയായിരുന്നു. അവിടെ എത്തിയ വിനോദസഞ്ചാരിയോട് സൗഹൃദം സ്ഥാപിച്ച് അടുത്തുകൂടി. പിന്നാലെ അയാളുടെ ഫോണും പേഴ്സും എല്ലാമായി മുങ്ങി. മാർച്ച് 21 പുലർച്ചെയാണ് ഈ മോഷണം. മുൻപേ തന്നെ ആസൂത്രണം ചെയ്ത് നടത്തിയ കവർച്ചയ്ക്ക് ശേഷം രക്ഷപ്പെടാനുള്ള ബൈക്ക് തലേന്നു തന്നെ റെഡിയാക്കി വെച്ചു. ഈ വാഹനത്തിൽ മാനന്തവാടിയിലെത്തി. ബൈക്ക് അവിടെ ഒളിപ്പിച്ച ബസ്സിൽ കോഴിക്കോടേക്ക്, അവിടെ നിന്ന് കണ്ണൂര്, പിന്നെ ബംഗളൂരു. അവിടെ പലയിടത്തായി ഒളിവിടങ്ങൾ. അടുത്ത തട്ടിപ്പിനായി തയ്യാറെടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി മേപ്പാടി പോലീസിന്റെ നീക്കം. നാഗരാജിനെ ബംഗളൂരുവിലെത്തി കയ്യോടെ പിടികൂടി. വിവിധ സ്ഥലങ്ങളിൽ പല തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് താമസിച്ച് മോഷണം നടത്തി മുങ്ങുന്നത് ഇയാളുടെ പതിവ് രീതിയാണെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിനകത്തും പുറത്തും സമാന കേസുകളുണ്ട് ഇയാളുടെ പേരിൽ. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ, കർണാടകയിലെ വിരാജ്പേട്ട, ബംഗളൂരു സൈബർ സ്റ്റേഷൻ, ഹൈദരാബാദ് അഫ്സൽഗഞ്ച്, ഉത്തര കന്നഡയിലെ ബാഗൽകോട്ട് തുടങ്ങി നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പിടിക്കപ്പെട്ട 3 മാസത്തെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. ലോഡ്ജുകളിലും ടൂറിസ്റ്റ് ഹോമുകളിലും താമസിച്ചാണ് മോഷണം. ഇങ്ങനെ കൈക്കലാക്കുന്ന മൊബൈൽ ഫോൺ OLX വഴി വിൽക്കും. ATM കാർഡ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പണം പിൻവലിക്കും. ഓൺലൈൻ ഷോപ്പിംഗ് നടത്തും, അല്ലെങ്കിൽ ബെറ്റ് ആപ്പുകളിലൂടെ ഗെയിം കളിക്കും. മോഷ്ടിച്ച ആധാർ കാർഡുകളും ID കാർഡുകളും ഉപയോഗിച്ച് വീണ്ടും മോഷണം തുടരും. ഇങ്ങനെ കിട്ടുന്ന തുക കൊണ്ട് ആർഭാട ജീവിതം നയിക്കുകയും ചെയ്യും. ഇയാളുടെ പേരിൽ മറ്റു കൂടുതൽ കേസുകളുണ്ടോ എന്നതിലേക്കാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് മേപ്പാടി പോലീസ് നാഗരാജിനെ പിടികൂടിയത്. മേപ്പാടിയിലെ മോഷണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നാഗരാജിന് വിലങ്ങിടാനായത് പഴുതുകളടച്ചുള്ള ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.